കണ്ണൂർ കുളിച്ചാലിൽ അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തിയ പ്രതിയെ തന്ത്രപൂർവ്വം പോലീസിന് മുന്നിൽ എത്തിച്ചത് ഒരു ഓട്ടോ ഡ്രൈവറാണ്. പ്രതി രക്ഷപ്പെടാൻ കയറിയ ഓട്ടോയുമായി കുളിച്ചാൽ സ്വദേശി മനോജ് കുമാർ നേരെ പോയത് വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. കണ്ണൂർ കൂളിച്ചാലിൽ ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത്. അതിഥി തൊഴിലാളിയായ പശ്ചിമബംഗാൾ സ്വദേശി ഇസ്മയിലിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് തൊട്ടടുത്ത മുറിയിലെ മറ്റൊരു അതിഥി തൊഴിലാളി. നാട്ടുകാർ ഓടിക്കൂടുന്നതിന് മുമ്പ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പെട്ടെന്ന് കണ്ണൂരിൽ പോകണമെന്നാവശ്യപ്പെട്ട് കയറിയത് മനോജ് കുമാറിന്റെ ഓട്ടോയിൽ. ഒന്നും അറിയാതെ മനോജ് കുമാർ 2 കിലോമീറ്ററോളം കൊലയാളിയുമായി പോയി. ഒരു 2 കിലോമീറ്റർ പിന്നിട്ട സമയത്ത് ഇവിടുന്ന് വിളി വന്നു, നീ കൊണ്ടുപോകുന്ന ഒരു കൊലപാതകം, അവിടെ ഒരു കച്ചവടക്കാരുണ്ട് ദാമോദരൻ, പുള്ളിയാനെ വിളിച്ചിട്ട് പറഞ്ഞെങ്കിൽ നീ കൊണ്ടുപോകുന്ന കൊലപാതകയാണ്, അവനിപ്പോൾ ഒരു കൊല ചെയ്തിട്ടായില്ലത് ഇസ്മായിൽ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്കറിയുന്നു, അവനെ പിന്നെ കുറച്ചും അറിയില്ല. അപ്പം അവനെ നീ എങ്ങനെയെങ്കിലും വിടാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ആയിട്ടത് എന്താ വേണ്ട ചെയ്യണം എന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ പിന്നെ കോളുകളെ പ്രവാഹം. ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം, നിങ്ങൾ അവിടെ എന്താ വേണ്ട കാര്യം ചെയ്യോ, ബാക്കി ഞാൻ അവിടെ സ്റ്റേഷനിലെത്തിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു. കൊലയാളിക്ക് സംശയം തോന്നാതിരിക്കാൻ പല തന്ത്രങ്ങളും പയറ്റി. ഞാൻ ഒരു ഇതും കാണിച്ചില്ല, ഒരു ഭാവ വ്യത്യാസവും കാണിച്ചില്ല, ഒന്നുമില്ല. കാരണം സാധാരണ കൂളായിട്ട് വർത്താനം പറഞ്ഞ് അവനുമായിട്ട് ഇപ്പോൾ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ അവന് മനസ്സിലാത്ത രീതിയിൽ എല്ലാവരോടും സംസാരിച്ചു. അങ്ങനെ ഒന്നും തോന്നാത്ത രീതിയിൽ സംസാരിച്ചു. അവനൊരു ഇതുമില്ല. അപ്പോൾ അവൻ ഞാൻ പറഞ്ഞ രീതിയിൽ അവർ നിന്നു. അവിടെ എത്തിയാൽ ഞാൻ പറഞ്ഞു, ഈ വഴി പോകണ്ട, നമുക്ക് ഇപ്പുറത്തെ വഴി പോകാമെന്നുണ്ട്. അത് കണ്ടിവാതിക്കൽ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് വലത്ത് തിരിഞ്ഞിട്ട് ഞാൻ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് കയറ്റി. അവിടെ എത്തി പിന്നെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ പിന്നെ നമ്മളെ ജോലി കഴിഞ്ഞില്ലേ. മനോജ് ഇപ്പോൾ നാട്ടിൽ ഹീറോയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു. തൻ്റെ മനക്കരുത്ത് ഒന്നുകൊണ്ട് മാത്രം വളരെ ജാഗ്രതയോടുകൂടി അയാൾ അതിനെ സമീപിക്കുകയും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിയെന്ന് സംശയിക്കുന്ന ഇയാളെ കൂട്ടിക്കൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകില്ല. കണ്ണൂർ.